നമസ്കാരം. ഇന്ന് നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി ഒരു മുറി പച്ച തേങ്ങ, 10 ചെറിയ ഉള്ളി, 2 പീസ് ഇഞ്ചി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, ഒരു 4-5 കറിവേപ്പില, 4 തണ്ട് മല്ലിയില, 3 കാന്താരി മുളക്, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി. വെള്ളച്ചമ്മന്തിയാണ് ഇഷ്ടമെങ്കിൽ മുളക് പൊടി ചേർക്കാതെ ഒരു 5 കാന്താരി മുളക് കൂടുതൽ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ചിലർക്ക് ചമ്മന്തിക്ക് നല്ല പുളി വേണമെന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുറച്ചധികം പുളിയും ചെറിയ ഉള്ളിയും ചേർക്കാവുന്നതാണ്. ഇതിനു പുറമെ പുതിന ഇല കൂടെ ചേർക്കുന്നത് നല്ലതാണ്. മല്ലിയിലയും കറിവേപ്പിലയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതായതുകൊണ്ട് സോഡാപ്പൊടിയും ഉപ്പും ചേർത്ത് ഇത് നന്നായി കഴുകി ഉപയോഗിക്കുന്നതാവും നല്ലത്. ഇത് നമ്മൾ കുക്ക് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ഇതിനെ നന്നായി വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതാവും നല്ലത്. അതിനായി 1 സ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടിയും 1 സ്പൂൺ ഉപ്പും കൂടെ വെള്ളത്തിൽ അലിയിച്ച് അതിൽ ഈ ഇല മുക്കി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് നന്നായി വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഉള്ളിയും ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്ത് പുളി ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇഞ്ചിയും കാന്താരി മുളകും ചേർത്തിട്ടുള്ളത് കൊണ്ട് എരിവ് നോക്കി വേണം മുളക് പൊടി ചേർക്കാൻ. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ചമ്മന്തി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.